പട്ടായയുടെ നീലക്കടൽ തീരത്ത് തിരമാലകളുടെ താളത്തിനൊപ്പം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു മരവിസ്മയമുണ്ട്, സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ദൂരക്കാഴ്ചയിൽ ഇതൊരു വലിയ കൊട്ടാരമോ ക്ഷേത്രമോ ആയി തോന്നാമെങ്കിലും ഇതിന്റെ ഓരോ തടിയിലുമുള്ള കൊത്തുപണികൾ മനുഷ്യജീവിതത്തിന്റെ ആഴമേറിയ ദർശനങ്ങളാണ് സംസാരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തായ് വാസ്തുവിദ്യയുടെ കരുത്തിൽ പടുത്തുയർത്തിയ ഈ നിർമ്മിതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരക്കൂട്ടായ്മകളിൽ ഒന്നാണ്. ഈ മഹാത്ഭുതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിന്റെ നിർമ്മാണ രീതിയാണ്. ഒരു ഇരുമ്പ് ആണി പോലും ഉപയോഗിക്കാതെ പുരാതനമായ വുഡൻ ജോയിന്റ് രീതിയിലൂടെയാണ് ഈ കൂറ്റൻ മന്ദിരം പടുത്തുയർത്തിയിരിക്കുന്നത്. സമുദ്രതീരത്തായതുകൊണ്ട് തന്നെ ഉപ്പുകാറ്റേറ്റ ഇരുമ്പ് ആണികൾ തുരുമ്പിക്കുമെന്നതിനാലാണ് തടി കൊണ്ടുള്ള ആണികൾ, വുഡൻ പെഗ്സ്, ഉപയോഗിക്കാൻ ശില്പികൾ തീരുമാനിച്ചത്. 1981-ൽ തായ് വ്യവസായിയായ ലക് വിരിയഫാൻ ആരംഭിച്ച ഈ സ്വപ്ന പദ്ധതി ഇന്നും പൂർണ്ണമായിട്ടില്ല. ഒരു ഭാഗത്ത് ശില്പികൾ മരത്തിൽ ജീവൻ തുടിക്കുന്ന രൂപങ്ങൾ കൊത്തിയെടുക്കുമ്പോൾ മറുഭാഗത്ത് കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിക്കുന്ന ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. സന്ദർശകർക്ക് ഈ നിർമ്മാണ പ്രക്രിയ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാം എന്നതുകൊണ്ടാണ് ഇതൊരു ലിവിംഗ് മ്യൂസിയം എന്നറിയപ്പെടുന്നത്. ഈ മന്ദിരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ 4 വ്യത്യസ്ത ദിശകളിലേക്കായി വ്യാപിച്ചു നിൽക്കുന്ന 4 പ്രധാന വിഭാഗങ്ങൾ, വിങ്സ്, കാണാം. ഓരോന്നും ഓരോ സംസ്കാരത്തെയും തത്വശാസ്ത്രത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിലെ ദേവീദേവന്മാരും ബുദ്ധമതത്തിലെ ശാന്തി സന്ദേശങ്ങളും ചൈനീസ് കമർ കലാരൂപങ്ങളും ഇവിടെ ഒരേപോലെ ആദരിക്കപ്പെടുന്നു. കിഴക്കൻ വിഭാഗത്തിൽ കുടുംബത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചും പടിഞ്ഞാറൻ വിഭാഗത്തിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും വിവരിക്കുമ്പോൾ മറ്റ് ഭാഗങ്ങൾ ജ്ഞാനത്തെയും ഗ്രഹങ്ങളുടെ സ്വാധീനത്തെയും കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, ആകാശം തുടങ്ങിയ പ്രകൃതിശക്തികൾക്ക് പുറമെ നമ്മുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് എത്രത്തോളം പ്രധാനമാണെന്ന് ഇവിടുത്തെ ശില്പങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏകദേശം 105 മീറ്റർ ഉയരമുള്ള ഇതിന്റെ മധ്യഭാഗത്തെ ഗോപുരം ആരെയും അത്ഭുതപ്പെടുത്തും. തേക്ക്, മയി തകിയൻ, മയി തെങ്ങ് തുടങ്ങിയ അതീവ കരുത്തുള്ള തടികൾ ഉപയോഗിച്ചാണ് ഇതിന്റെ ഓരോ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. ചില മരത്തൂണുകൾക്ക് നൂറുകണക്കിന് വർഷം ആയുസ്സുണ്ടെന്ന് കരുതപ്പെടുന്നു. ഓരോ കൊത്തുപണിയും കേവലം അലങ്കാരമല്ല, മറിച്ച് ഓരോ ജീവിത പാഠങ്ങളാണ്. ഇവിടം സന്ദർശിക്കുമ്പോൾ പ്രത്യേകമായൊരു ഡ്രസ് കോഡ് പാലിക്കേണ്ടതുണ്ട്. ആത്മീയവും കലാപരവുമായ ഒരു അന്തരീക്ഷമായതിനാൽ മാന്യമായ വസ്ത്രധാരണമാണ് പ്രധാനം. അവിടെയുള്ള ഗൈഡുകൾ ഓരോ ശില്പത്തിന് പിന്നിലുമുള്ള കഥകൾ ലളിതമായി വിവരിച്ചു തരും. നിർമ്മാണം തുടരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നൽകുന്ന സുരക്ഷാ ഹെൽമെറ്റുകൾ ധരിച്ചു വേണം അകത്തേക്ക് കടക്കാൻ. പട്ടായയിലെ ആധുനികമായ ബഹളങ്ങളിൽ നിന്ന് മാറി ശാന്തവും എന്നാൽ വിസ്മയിപ്പിക്കുന്നതുമായ ഒരു അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഇടമാണ്. മനുഷ്യന്റെ കഠിനാധ്വാനവും കരവിരുതും ഭാവനയും ഒത്തുചേരുമ്പോൾ ഭൂമിയിൽ എങ്ങനെയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്നതിന് സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഒരു വലിയ തെളിവാണ്.